പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മഹത്വത്തിനും നിത്യമായ മഹത്വത്തിനും യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുസഭയുടെ സകല നിക്ഷേപങ്ങളും ഞങ്ങൾക്ക് വേണ്ടി വിളമ്പുന്ന സ്വർഗത്തിൻ്റെ പരമമായ സ്നേഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ, നമ്മുടെ മനോമുകുരത്തിൽ, നമ്മുടെ വിചാരങ്ങളിൽ ഒരു തീർച്ചയും മൂർച്ചയുമുള്ളൊരു വിചാരമുണ്ടാകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്, വിവേചനത്തിന് വരം നൽകി നമ്മെ സഹായിക്കുന്നത് വചനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പാഠമാണ്. വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്തയാണ്. ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ പ്രധാന സന്ദേശം നമ്മൾ വിസ്മരിച്ചു പോകുന്നു. ഇതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ബൈബിളിന് ഒരു ടോട്ടാലിറ്റി ഉണ്ട്, ബൈബിളിന് ഒരു സമഗ്രതയുണ്ട്. ഈ സമഗ്രത നഷ്ടപ്പെടുത്തി നമുക്കിഷ്ടമുള്ളത് മാത്രം തിരഞ്ഞു പോകുന്നൊരു പ്രവണത ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വചനത്തിൻ്റെ സാകല്യാവസ്ഥ നഷ്ടപ്പെട്ടു പോകും. നമുക്കിഷ്ടമുള്ളത് മാത്രം, നമുക്കിണങ്ങുന്നത് മാത്രം, നമ്മുടെ കേൾവിക്ക് ഇമ്പകരമായത് മാത്രം, നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം വചനങ്ങൾ എടുക്കുകയും അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും നമുക്കിണങ്ങുന്നവരുടെ മാത്രം വചനങ്ങൾ കേട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. ഉദാഹരണത്തിന്, ഞാനൊരു ദേവാലയത്തിൻ്റെ ഇടവക വികാരിയാണ്. അപ്പോൾ ഈ വികാരി എന്ന നിലയിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ ബലി അർപ്പിക്കും. അപ്പോൾ ആ ബലിയിൽ സംബന്ധിക്കാൻ ധാരാളം പേര് വരുന്നുണ്ട്. ഒരു തീർത്ഥാടന പള്ളിയാണ്. ഈ തീർത്ഥാടന ദേവാലയത്തിൽ ഓടിയെത്തുന്ന ആളുകൾക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ് എന്ന് വെക്കുക. ഉദാഹരണത്തിന്, എല്ലാവരും നിൽക്കുക, എല്ലാവർക്കും പള്ളിയുടെ മോണ്ടളത്തിൽ ലഡുവും ജിലേബിയും വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് വേണം പോകാൻ. അടുത്ത ദിവസം പറയുകയാണ്, കേക്കും ഹലുവയും വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ട് വേണം പോകാൻ. അതിനടുത്ത ദിവസം പറയുകയാണ്, ചോക്ലേറ്റും ഐസ്ക്രീമും ഉണ്ട്, എല്ലാവരും കഴിച്ചിട്ട് വേണം. ഇന്ന് എല്ലാ ദിവസവും എൻ്റെ പള്ളിയിൽ ഞാൻ മധുരം മാത്രം വിളമ്പുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ മധുരം മാത്രം വിളമ്പുന്നെങ്കിൽ എൻ്റെ കേൾവിക്കാർ രോഗികളായി മാറും, യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന് സമഗ്രമായ വൈറ്റമിൻസ് ആവശ്യമാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ശരീരം ഒരു സാകല്യാവസ്ഥയിൽ വളരുകയുള്ളൂ. ഇതുപോലെ ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിഷ്ടമുള്ളത് മാത്രം എടുക്കുന്ന, സുവിശേഷത്തിൻ്റെ നമുക്ക് ഇണങ്ങുന്ന വചനങ്ങൾ മാത്രം എടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. പല പള്ളികളും പല ധ്യാന കേന്ദ്രങ്ങളും ഇങ്ങനെ ജനത്തിന് ഇഷ്ടമുള്ള ഫുഡ് മാത്രം സെർവ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് അതിനിൽ വേദനകളുടെ വചനമുണ്ട്, വഹിക്കാൻ ഭാരമുള്ള ചുമടുകൾ നൽകുന്ന വചനമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ അവൻ്റെ വഹിക്കാൻ എളുപ്പമുള്ള നുകമുണ്ട്. വഹിക്കാൻ എളുപ്പമുള്ളതാണെങ്കിലും അതും നുകമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുറകെ നടക്കണമെങ്കിൽ കുരിശു വഹിച്ച് നടന്നേ പറ്റൂ. അപ്പം ഇതൊക്കെ ജീവിതത്തിൻ്റെ സാകല്യാവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്ന വചനങ്ങളാണ്. ഇത് ഒഴിവാക്കാതെ ബൈബിൾ വായിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. ഈശോ അരുളി ചെയ്തു, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. എന്നെ അനുഗമിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു പഠിപ്പിച്ചു, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിന് സഹനങ്ങളുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കുരിശുകളുണ്ടായിരുന്നു.
യേശുക്രിസ്തുവിൻ്റെ ജീവിതം നുകത്തിന് വിധേയപ്പെട്ടാണ് ജീവിച്ചത്. അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. മാതാപിതാക്കൾക്ക്, മനുഷ്യർക്ക് ഒരു ദൈവം വിധേയനായി ജീവിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിന് ഇതെല്ലാം സഹിക്കേണ്ടി വന്നു. ആ സഹനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അനുഗ്രഹത്തിൻ്റെ, ഉയർച്ചയുടെ, നീ ഇതാ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ എന്നേക്ക് 4 പേരുടെ മുൻപിൽ എന്നേക്കുമായി മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇമ്പകരമായി തോന്നും. പക്ഷേ അതുമാത്രമല്ല ബൈബിളിലുള്ളത് എന്ന ജ്ഞാനം, തിരിച്ചറിവ്, വിവേചനം നമുക്കുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ഈ കീബോർഡിന് വെളുത്തതും കറുത്തതുമായ കട്ടകളുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ വായിച്ചൊരു രാഗം ഇങ്ങനെ വായിച്ചുകൊണ്ടേ പോകുമ്പോൾ ഇതിനകത്ത് ഒരു കട്ട കേൾക്കുന്നില്ലെങ്കിലോ, ശബ്ദമില്ല. ആ രാഗത്തിന് പിന്നീട് അതിൻ്റെ ശ്രുതിലയം നഷ്ടപ്പെട്ടു പോകും. കാരണം അതൊരു മെലോഡിയസ് സോങ് പ്രിപ്പയർഡാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ശബ്ദം കേൾക്കാതായാൽ ആ പാട്ടിൻ്റെ ഇമ്പം തന്നെ നഷ്ടപ്പെടും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ബൈബിളിനോടുള്ള നമ്മുടെ സമീപനം. ചില കട്ടകൾ കേൾക്കാതാകുന്ന, ഒഴിവാക്കുന്ന, ഈ ശബ്ദം എനിക്ക് വേണ്ട, ഈ ദൈവത്തിൻ്റെ മൊഴി ഞാൻ ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ശ്രുതി, ലയ, താളമുള്ള ഒരു ഗാനമുണ്ട്, ഒരു സംഗീതമുണ്ട്. ഈ സംഗീതത്തിൻ്റെ മധുരിമയാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് ഈ ബൈബിളിനെ സമഗ്രമായി കാണാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതാകാം, അലോരസപ്പെടുത്തുന്നതാകാം, അസ്വസ്ഥതപ്പെടുത്തുന്നതാകാം. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം ശ്രേഷ്ഠരായി മാറാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബൈബിളിനെ സമഗ്രമായി കാണുക. നമുക്കറിയാം, ഉദാഹരണത്തിന് ബൈബിളിലെ ചില വാക്കുകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം. അത് നമ്മൾ വായിച്ചങ്ങ് പോകും. കാരണം ഈ വചനം അനുസരിക്കാൻ തുടങ്ങിയാൽ വീട്ടിലെ ജോലിക്കാരിയോട്, വീട്ടിൽ നമ്മളെ സഹായിക്കുന്നവരോട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരടുപ്പവും സ്നേഹവും ഒക്കെ തോന്നിപ്പോകും. കാരണം വചനം അതാണ്, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണണം. പക്ഷേ അവരോടൊക്കെ കാട്ടുന്ന ധാർഷ്ട്യം, അവരോട് കാണിക്കുന്നതായ നമ്മുടെ അകൽച്ച, നമുക്കത് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്രയോ നാളുകളായി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാ. നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഇൻക്രിമെൻറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എത്ര വർഷങ്ങളായി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ജോലിക്കാരി, അവർക്ക് ശമ്പളം ഒന്ന് കൂട്ടിച്ചോദിച്ചാൽ പിന്നെ നീരസമായി, പ്രയാസമായി, വിഷയമായി. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ വചനങ്ങളും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ബൈബിളിനെ എൻ്റെ സാകല്യാവസ്ഥയിലെടുക്കണം. ഞങ്ങൾ ബൈബിൾ ക്ലാസ്സൊക്കെ നടത്തുമ്പോൾ ഒരിക്കലൊരു അമ്മ ഒന്ന് സങ്കടം പറഞ്ഞാണ്, ബൈബിൾ നോക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചില മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ, ബൈബിൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോകുമ്പോൾ ഈ ബൈബിളൊക്കെ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള വചനങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ പേപ്പറിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഡിസ്പ്ലേ ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഒരു അമ്മ ഒന്ന് സങ്കടം പറഞ്ഞ, അച്ഛാ എൻ്റെ ബൈബിളിലെ തുറന്നു നോക്കിയപ്പോൾ ജനാലകളും വാതിലുകളും, കുറേ വചനങ്ങൾ കാണാനില്ല. പിള്ളേർ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് ബൈബിൾ ക്ലാസ്സിന് വേണ്ടി. ബൈബിൾ തുറന്നപ്പോൾ ജനാലകൾ. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള വചനങ്ങൾ മാത്രം വെട്ടി നമ്മുടെ വീടിൻ്റെ മുൻവശത്തും പിൻവശത്തുമൊക്കെ ഒട്ടിച്ച് അത് മാത്രം എഴുതി കുറിച്ചുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് നടക്കുന്നതിലല്ല, മറിച്ച് വചനത്തിൻ്റെ സന്ദേശം അതിൻ്റെ സാകല്യാവസ്ഥയിലെടുക്കണം. അത് നമ്മളെ ജീവിതത്തെ വെല്ലുവിളിക്കുന്നതാണ്, ചോദ്യം ചെയ്യുന്നതാണ്. അത് നമ്മളെ സഹനങ്ങളിലേക്ക് ഒരുപക്ഷെന്നുണ്ടെങ്കിൽ ക്ഷണിക്കുന്നതാണ്. പക്ഷേ അത് ആത്യന്തികമായി നമ്മുടെ നിത്യതയുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് അതിനെ സാകല്യാവസ്ഥയിലെടുക്കാൻ നമുക്ക് ആവണം. നമുക്ക് ഈ ആരാധനയിൽ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവേ, എനിക്കിഷ്ടപ്പെട്ട വചനങ്ങൾ മാത്രമല്ല, മറിച്ച് എനിക്ക് സത്യമായ വചനം, എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന വചനം, ജീവദായകമായ വചനം എനിക്ക് പറഞ്ഞു തരണമേ. അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. ഈ ആരാധനയിൽ ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് ഇപ്രകാരം ഒന്ന് ഏറ്റുപറഞ്ഞ്
പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവദായകമായ വചനത്തിൻ്റെ അർത്ഥതലങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും എന്നെ സഹായിക്കണമേ. വചനത്തിൻ്റെ സാകല്യാവസ്ഥയെ വെളിപ്പെടുത്തി തരണമേ. കർത്താവായ ദൈവമേ, അങ്ങ് എന്നോട് അരുളി ചെയ്തിട്ടുള്ള അനുസരണത്തിന്റെ വചനങ്ങളെ ഏറ്റെടുക്കുവാനും വിധേയപ്പെടുവാനും എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈരടികളോട് ചേർന്ന് പാടി കർത്താവെ, വചനത്തിൻ്റെ സാകല്യാവസ്ഥയിൽ അഭിഷേകം പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം, യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. ഈ വിണ്ണിലേക്കുള്ള തീർത്ഥയാത്രയിൽ കർത്താവെ, നിൻ്റെ മൊഴികൾ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. നീ എന്നോട് ആകാത്തതും അരുതാത്തതും വേണ്ട എന്ന് വെച്ചിട്ടുള്ള പറഞ്ഞു തന്നിട്ടുള്ള വചനങ്ങളുണ്ട്. ജീവിതത്തിൽ കുരിശുകൾ വഹിച്ച് നടക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവെ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല എന്ന് നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, വിശുദ്ധിയുടെ വില കൊടുത്ത് അങ്ങേക്ക് വില തന്ന് വചനം പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം. ചേർന്ന് പാടാം. വിണ്ണിലേക്ക് തീർത്ഥയാത്ര, യേശുവിൻ്റെ മാർഗദീപം, നീ എൻ്റെ മാനസം പൂകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ, നീ എൻ്റെ മാനസം പൂകുകില്ലേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ. യേശുവിൻ്റെ പ്രാണനാഥൻ, യേശുവിൻ്റെ ആത്മദാഹം, ഈശ്വരൻ്റെ സന്നിധാനം, യേശുവിൻ്റെ സ്നേഹരൂപം. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം തിരുവചനം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കർത്താവേ, ഞങ്ങളുടെ വചനത്തിന് അഗമ്യമായ ശക്തിയുണ്ട്, അധമ്യമായ ശക്തിയുണ്ട്. വചനത്തിൻ്റെ വലിയ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവനെ സ്പർശിക്കുന്ന അങ്ങയുടെ വചനം ജീവിക്കാൻ, വില കൊടുത്ത് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജെറമിയ 15:16. അങ്ങയുടെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷമുണ്ടായി. കർത്താവേ, എൻ്റെ ജീവന് സന്തോഷമുണ്ടാകുന്ന, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവേ,
എനിക്ക് സംതൃപ്തിയും ആനന്ദവും തരുന്ന ഞങ്ങളുടെ വചനമാണിത്. അതിനാൽ അതിനെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. ചേർന്ന് പാടാം. യേശുവിൻ്റെ ജ്ഞാനദീപം, യേശുവിൻ്റെ മോക്ഷമാർഗം, യേശുവിൻ്റെ സന്നിധാനം, യേശുവിൻ്റെ ഏകരൂപം, യേശുവിൻ്റെ ജ്ഞാനദീപം, യേശുവിൻ്റെ മോക്ഷമാർഗം, യേശുവിൻ്റെ സന്നിധാനം, യേശുവിൻ്റെ ഏകരൂപം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എന്ത് ത്യജിച്ചും അങ്ങയുടെ വചനം പാലിക്കുവാൻ, എന്ത് ത്യജിച്ചും എന്ത് വില കൊടുത്തും അങ്ങയുടെ വചനം അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിന് വില കൊടുത്ത് ജീവിക്കുവാൻ എനിക്ക് വേദനാജനകമാണെങ്കിലും അത് വഹിക്കാൻ എളുപ്പമുള്ളതാണെന്നുള്ള വലിയ ബോധ്യത്തിൽ കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവായ ദൈവമേ, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം ഈ ഗാനത്തിലൂടെ പ്രാപിച്ച് ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. എല്ലാ വചനവും പാലിക്കാനുള്ളതാണ്. നിനക്ക് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക്, എല്ലാ കൽപ്പനകളും പാലിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ്. അത് നിന്നെ ഭൂമിയിലുള്ള എല്ലാ ജനതകളെക്കാൾ ശ്രേഷ്ഠമായൊരു ജനതയായി മാറ്റും. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന, ചേർന്ന് പാടാ. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന, പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന, ആമേൻ. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. ദൈവപിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോനാഥ, ഞങ്ങളങ്ങേ വണങ്ങുന്നു. പരിശുദ്ധ റൂഹായെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ തൃത്വമേ, ആരാധന. ഏകമനസ്സോടെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശക്തി പകരണമേ, ജ്ഞാനം പകരണമേ, വിവേചനാശക്തി നൽകണമേ. വചനത്തെ അതിൻ്റെ സാകല്യാവസ്ഥയിൽ ഉൾക്കൊള്ളാൻ, വചനത്തെ സമഗ്രമായി സ്വീകരിക്കാൻ, എല്ലാ വചനങ്ങളും അനുസരിക്കാനുള്ള ഒരു വലിയ ശക്തി പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരണമേ. ദൈവപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. സ്നേഹദാതനെ അങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. സ്നേഹദാതനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന